പിന്നെ ഇപ്പൊ ഉഹദ് അവിടെ നിന്നാണ് നമ്മൾ വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഖന്തക്കിലേക്കാണ്. ഖന്തക്ക് യുദ്ധം. ഖന്തക്ക് എന്ന് പറഞ്ഞാല് കിടങ്ങ് എന്നാണ്. കിടങ്ങ് കുഴിച്ചുകൊണ്ട്, അതായത് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ വേണ്ടി, ഇസ്ലാമിനെ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് മക്കക്കാരും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എല്ലാവരും, അതില് ജൂതഗോത്രങ്ങളുണ്ട്, അതുപോലെ മുസ്ലിങ്ങളല്ലാത്ത അറബ് ഗോത്രങ്ങളുണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ച് ഒരൊറ്റ കക്ഷിയായി. അതാണ് അഹ്സാബ് എന്ന് പറഞ്ഞാൽ. വിവിധ കക്ഷികളെല്ലാവരും ഒന്നിക്കുന്ന അഹ്സാബ് എന്ന പേര് അതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട് അല്ലെ, സൂറത്ത് അഹ്സാബ്. അഹ്സാബ് എന്ന് പറഞ്ഞാല് ഹിസ്ബ് എന്ന് പറഞ്ഞാൽ കക്ഷിയാണ്, ഗ്രൂപ്പ്. അഹ്സാബ് അതിന്റെ ജം ആണ്, വിവിധ ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പുകളെല്ലാം ഒന്നിച്ചു ചേർന്ന ഒറ്റക്കെട്ടായിട്ട് മദീനയെ ഇല്ലാതാക്കാൻ, ഉന്മൂലനാശം വരുത്താൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോ ശത്രുക്കള് പടപ്പുറപ്പാട് നടത്തുന്നുണ്ട് എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോ നബി സഹാബികളുമായി കൂടിയാലോചന നടത്തി. എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്നതിനെ സംബന്ധിച്ച്. അപ്പോഴാണ് സൽമാനുൽ ഫാരിസി, സ്വഹാബി കേട്ടുക്കണോ? അദ്ദേഹത്തിന്റെ നാട് എവിടെയാണ്? സൽമാനുൽ ഫാരിസി പേർഷ്യക്കാരനാണ്, പഴയ ഇറാൻ അല്ലെ. പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു, പേർഷ്യൻ യുദ്ധതന്ത്രമാണ് കിടങ്ങ് കുഴിച്ചുകൊണ്ട് ശത്രുക്കളെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളത്. ഏതൊരു നാട്ടിലാണോ നമ്മളുള്ളത് ആ നാടിന് ചുറ്റും കിടങ്ങ് കുഴിക്കുക, എന്നിട്ട് ഇപ്പുറത്ത് നമ്മൾ സായുധ സജ്ജരായിട്ട് നിൽക്കുക. അപ്പുറത്ത് വരുന്ന ശത്രുക്കള് അത് മറികടന്ന് ആക്രമിക്കാൻ വരികയാണെങ്കിൽ അവരെ പ്രതിരോധിക്കുക എന്നുള്ള നിലക്കാണ്, തിരിച്ച് ആക്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മദീനക്ക് ചുറ്റും കിടങ്ങുകൾ കുഴിച്ചു. അതില് നബിയും സഹാബത്തുമൊക്കെ കൈക്കോട്ടും പിക്കാസും ഉപയോഗിച്ചുകൊണ്ട് ആ ഉറച്ച മണ്ണ് കിളച്ചു മറിച്ചിട്ട് ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ആലോചിക്കുക രംഗമൊക്കെ ഒന്ന്. ഇപ്പൊ ഈ വെയിലത്ത് അന്നേരത്ത് രണ്ടാളത്ത് ഓരോ പിക്കാസും രണ്ടാളത്ത് കൈക്കോട്ട് നിന്നിട്ട് ഇതൊന്ന് കളക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ആ ഈമാനിന്റെ കരുത്തില് ഇസ്ലാമിനെ സംരക്ഷിക്കണം, ഇസ്ലാം ഇവിടെ നിലനിൽക്കണം. അവിടുന്നാണ് ഇസ്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയത്. അപ്പൊ ആ ഈമാനിന്റെ കരുത്തിൽ സ്വഹാബാക്കള് അവരുടെ ക്ഷീണമോ ദാഹമോ തളർച്ചയോ ഒന്നും അറിയാതെ അവർ പ്രയാസപ്പെടാൻ തയ്യാറാകുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചാണ്, ഇപ്പം മക്കയിലെ ഹറമിൽ അല്ലെങ്കിൽ മദീനയിലെ ഹറമില് അവിടെ രാജാവ് വരികയാണെങ്കിലും ആര് വരികയാണെങ്കിലും അവിടുത്തെ തെക്കും തിരക്കും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, അതൊക്കെ അവരും എന്ത് ചെയ്യണം, അനുഭവിക്കണം എന്നുള്ളതാണ്. അപ്പോ അത്തരത്തിലൊരു ത്യാഗത്തിൽ നമ്മൾ തയ്യാറാവണം. അപ്പോഴേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി തീരുള്ളൂ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഈ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവര് വിഷമല്ല പറഞ്ഞത്, അവര് പരാതിയല്ല ബോധിപ്പിച്ചത്. ഇങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഇടങ്ങേറാകാൻ വയ്യട്ടോ, ഇങ്ങനെ ഒരു ദീനാണെങ്കിൽ നമുക്ക് വേണ്ടട്ടോ. നമ്മൾ ചിന്തിക്കെന്താ, നമ്മുടെ നാട്ടിലെ ഏറ്റവും മോഡലുകൾ വസ്ത്രം ധരിക്കുന്നത് പോലെ നമ്മൾ വസ്ത്രം ധരിക്കണം, അല്ലാതെ പിന്നെ സലഫി മഫ്തിയും പർദ്ദയും ഒക്കെപ്പാടെ മൂടി പുതച്ച് നടക്കാനൊന്നും ഞങ്ങളെ കിട്ടൂല എന്ന് ചിന്തിക്കുകയാണ്. സ്വഹാബത്തും സ്വഹാബ വനിതകളും അങ്ങനെയല്ല ചിന്തിച്ചത്. പിന്നെ അവര് ജാഹിലിയത്തിൽ നിന്ന് മാറി ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇസ്ലാമിന്റെ മാധുര്യം അനുഭവിക്കുകയാണ്. നമ്മളോ പാരമ്പര്യമായി മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ ഇതൊരു ഇടങ്ങേറായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ്. എന്നിട്ടോ ഈ ഇസ്ലാമിൽ നിന്ന്, ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽ നിന്നും ജാഹിലിയത്തിലേക്ക് ചാടാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യത്യാസം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അപ്പൊ സ്വഹാബത്തെ പാടിയത് എന്താരോ, അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ ഫലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ വഅൻസിലൻ സകീനതൻ അലൈനാ. അതായത് അല്ലാഹുമ്മ, അല്ലാഹുവേ, ലൗലാ അൻത മഹ്തദൈനാ, പടച്ച റബ്ബേ, ഇസ്ലാം എന്ന ഹിദായത്ത് നീ ഞങ്ങൾക്ക് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ, അതായത് അതിശക്തമായ ചൂടില് കൈക്കോട്ടും പിക്കാസും ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് കിളച്ചു മറിച്ചിങ്ങനെ ഖന്തക്ക് കിടങ്ങുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ആ ത്യാഗത്തിന്റെ സമയത്തും അവർ ചിന്തിച്ചതെന്താ, ഇങ്ങനെയൊക്കെ ത്യാഗം ദുനിയാവിൽ വെച്ച് ഞങ്ങൾ ചെയ്യുകയാണെങ്കിലും പടച്ചോനെ
നിന്റെ ഹിദായത്ത് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങളാകുമായിരുന്നില്ല. ഫലാ തസദ്ദഖ്ന വലാ സല്ലൈന, നിസ്കാരത്തിന്റെ മഹത്വം ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല, ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നില്ല, ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നില്ല, ഞങ്ങൾ സകാത്തും ദാനധർമ്മങ്ങളും ഒന്നും ചെയ്യുമായിരുന്നില്ല. അപ്പൊ ആ ഹിദായത്ത് നീ ഞങ്ങൾക്ക് നൽകിയത് എത്ര വലുതാണ് എന്ന് ഹിദായത്തിന്റെ മഹത്വം അവര് ഒരു കവിതയിലൂടെ പ്രഖ്യാപിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്ഥലത്തേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുന്നത്. ഖന്തക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ കുറച്ചു സമയം നമ്മളത് കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തിരിച്ച് നമ്മുടെ ഹറമിലേക്ക് പോയിട്ട് നമ്മൾ നിസ്കരിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോകും. അല്ലെങ്കിൽ റൂമിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഹറമിൽ പോയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ളുഹർ നിസ്കരിക്കും. ഓക്കെ.